ഞാൻ നീറ്റ് ചെയ്ത ടൈമിൽ ഓർഗാനിക് കെമിസ്ട്രി ഞാൻ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. കാര്യം അത്രയും ടഫ് ഓർഗാനിക് ക്വസ്റ്റ്യൻസ് വന്നിട്ടും എനിക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ നീറ്റിൻ്റെ ആ പേപ്പറിന് കുറച്ച് വിഷ്വൽസ് സൈഡിൽ കൊടുക്കാം. കാര്യം ഞാൻ അന്ന് എടുത്തു വെച്ച ഫോട്ടോസ് ആണ് അതെല്ലാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 to 4 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതാണ്. ഇത് മൈൻഡ് മാപ്പാണ്. ഓക്കെ, ഇത് സൈലത്തിന് മൈൻഡ് മാപ്പാണ്. അപ്പോൾ ഇത് എപ്പോഴാണ് നിങ്ങൾ വായിക്കേണ്ടത്? ഇതുപോലത്തെ ഷോർട്ട് നോട്ടും മൈൻഡ് മാപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഓർഗാനിക്, എസ്പെഷ്യലി ഓർഗാനിക് ആണ്. കാര്യം നമുക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ എല്ലാം നോക്കാൻ ടൈം കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാർഷ്യൽ ഡ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. പിന്നെ നീറ്റിൻ്റെ ഷോർട്ട് നോട്ട്, ഫ്രീ ആയിട്ട് ഷോർട്ട് നോട്ട്, പിന്നെ ക്ലാസ്സസ്, NCERT ഹൈലൈറ്റ് എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ക്ലാസ്സസ്, അതായത് ട്രിക്കിൻ്റെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നീറ്റ് 2026 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, മോട്ടിവേഷണൽ ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ തന്നെ ഞാൻ അതിൻ്റെ ലിങ്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യാം. ആൾറെഡി ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ബുക്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് എല്ലാം ഉണ്ട്. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച ബുക്ക് തന്നെയാണ്. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കാര്യം ലാസ്റ്റിലേക്കൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. കാര്യം ഫ്രം ദി ബേസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബുമാണ്. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വായിച്ചിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇത് ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11th പഠിക്കുന്ന സ്റ്റുഡൻസിന് പറ്റും, 12th പഠിക്കുന്ന സ്റ്റുഡൻസിന് പറ്റും, ഡ്രോപ്പേഴ്സിന് പറ്റും, അതുപോലെ തന്നെ പാർഷ്യൽ ഡ്രോപ്പേഴ്സിന് നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ നോട്ട്സ് എല്ലാം കിട്ടണം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ടെലഗ്രാം ചാനലോ വാട്സപ്പ് ചാനലോ ജോയിൻ ചെയ്താൽ മതി. എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്താണ് സ്റ്റെപ്പ് 1? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബേസിക്കലി ഫസ്റ്റ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ആദ്യം ഈ ഓർഗാനിക് ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു മറ്റേ നമ്മളെ ഓരോ കോമ്പൗണ്ടുകൾ ഉണ്ടാവുമല്ലോ, ഓരോ ഫോർമുലാസ്, അതിൻ്റെ പേരുകൾ മര്യാദയ്ക്ക് എങ്ങനെ റൂൾ അനുസരിച്ച് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. അപ്പോൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഒരു പേര് തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു ഡയഗ്രമാറ്റിക്കലി പിക്ചോറിക്കലി അത് റെപ്രസെന്റ് ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പോൾ അത് കിട്ടാവുന്ന അത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നത്. ബേസിക്, അതായത് ഓർഗാനിക് കെമിസ്ട്രിന്റെ നെയിമിങ്ങും റിയാക്ഷൻ മെക്കാനിസം ഫസ്റ്റ് നിങ്ങൾ സെറ്റ് ആക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമൻക്ലേച്ചർ ആണ് റെഡിയാക്കേണ്ടത്. പിന്നെ നിങ്ങൾ റെഡിയാക്കേണ്ടത് റിയാക്ഷൻ മെക്കാനിസം ആണ്. ഈ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 75% ഓർഗാനിക് കെമിസ്ട്രി ഈ റിയാക്ഷൻ മെക്കാനിസം പഠിച്ചു കഴിഞ്ഞാൽ സെറ്റായി എന്നുള്ളതാണ്. കാര്യം നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിത്തെ എല്ലാ കാര്യങ്ങളും ഏകദേശം റിയാക്ഷൻ മെക്കാനിസം പഠിക്കുമ്പോഴത്തേക്ക് റെഡി ആകും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ഇതാണ്, ഇതും കൂടിയാണ്. ഫസ്റ്റ് ഇത് പഠിക്കുക, രണ്ടാമത്തേത് ഇത് പഠിക്കുക. ഓർഡറിൽ തന്നെ പഠിക്കണം, ഞാൻ പറയുന്നത് പോലെ പഠിക്കണം, ആരും ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് സാധനം നമുക്ക് മനസ്സിലായോ? ജസ്റ്റ് ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും, എല്ലാത്തിൻ്റെ പേര് നിങ്ങൾ പഠിക്കുക. മീഥെയിൻ, ഇഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, ഡെക്കെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു H പോയി കഴിഞ്ഞാൽ മിത്തൈൽ, ഇത്തൈൽ, പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ, ഡെക്കൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു H പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതാ. പിന്നെ ഇത് ഓരോ കോമ്പൗണ്ടുകൾ നിങ്ങൾ ഇത് നോമൻക്ലേച്ചർ ആണ് പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. 1 2 3 4 5. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് നമ്പറിങ് കിട്ടും, ഇവിടുന്ന് നമ്പറിങ് കിട്ടാലും ഇവിടുന്ന് നമ്പറിങ് കിട്ടാലും ഒരേപോലെ തന്നെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂവൻസ് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് 2 സൈഡിൽ നിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നമ്പറിങ് ഇടാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നമ്പറിങ് ഇട്ടു. ഓക്കെ, ഇവിടുന്ന് നമ്പറിങ് ഇട്ടു. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്പറിങ് ഇട്ടു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്പറിങ് ഇടാനുള്ള കാര്യം, ഇത് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിട്ടുണ്ട്. ഇവിടെ വേറെ സബ്സ്റ്റിറ്റ്യൂവൻ കൂടി ഉണ്ട്. പക്ഷെ ഇവിടുന്ന് നമ്പറിങ് ഇടാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 2 ആണ് വരിക. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒറ്റ സബ്സ്റ്റിറ്റ്യൂവന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്പറിങ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? റെഡി? അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പഠിക്കുക. റിയാക്ഷൻ മെക്കാനിസം എങ്ങനെയാണ് പഠിക്കേണ്ടത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി സെറ്റ് ആയിരിക്കും. കാര്യം റിപ്പീറ്റ് ചെയ്ത ടൈമിൽ എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി ഒന്നും അറിയില്ല. റിപ്പീറ്റ് ചെയ്ത ടൈമിൽ ഫുൾ സെറ്റ് ആക്കി നല്ല മാർക്ക് കിട്ടി, ഫുൾ മാർക്ക് കിട്ടി. ഓക്കെ, റെഡി? 75% ഓർഗാനിക് റെഡി ആകുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ പഠിക്കണം? റിയാക്ഷൻ മെക്കാനിസം പഠിക്കാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ രീതിയിലാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു HCl ആൽക്കീൻസിലോട്ട് HCl ആഡ് ചെയ്തു. HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ,
ആൽക്കീൻസിലോട്ട് HCl ആഡ് ചെയ്തു, നമുക്ക് CH3 CH2 Cl കിട്ടി. ഒറ്റ പ്രോഡക്റ്റ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇതിലോട്ട് നമ്മൾ HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പ്രൊഡക്റ്റും കിട്ടും, ഈ ഒരു പ്രൊഡക്റ്റും കിട്ടും, ഈ ഒരു പ്രൊഡക്റ്റും കിട്ടും, ഈ ഒരു പ്രൊഡക്റ്റും കിട്ടും. ഇതിൽ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ മേജർ പ്രൊഡക്റ്റ് മൈനർ പ്രൊഡക്റ്റ് എങ്ങനെ തീരുമാനിക്കുക? മാർക്കോണിക്കോവ്സ് റൂൾ ആണ് അല്ലേ? നിങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് മാർക്കോണിക്കോവ്സ് റൂള്. അപ്പൊ ഈ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഈ ഒരു റൂള് ഇനിയിപ്പോ ഒരു കുട്ടിക്ക് ഈ റൂൾ അറിയില്ല, മാർക്കോണിക്കോവ്സ് റൂൾ ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അറിയില്ല. അപ്പൊ അത് അറിയാത്തൊരു കുട്ടിക്ക് റിയാക്ഷൻ മെക്കാനിസം വഴി ഇതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും, ഏതാണ് മേജർ ഏതാണ് മൈനർ, അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, റെഡി. നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2, ഇതാണ് കോമ്പൗണ്ട്. ഇതിലോട്ട് നമ്മളൊരു HCl ആഡ് ചെയ്യാണ്. ഈ HCl എന്ന് പറയുന്ന സാധനം എന്താണ്? H+ഉം Cl- അല്ലേ അല്ലേ? H+ഉം Cl- ആണ്. ഇത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റമാണ്. അപ്പോൾ ഇലക്ട്രോൺസിന് എല്ലാത്തിനും വലിച്ചെടുക്കും. H+ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്താവും? ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർ എക്സാമ്പിൾ CH3 CH ഡബിൾ ബോണ്ട് CH2 ഇതാണല്ലോ. ഇത് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആവും, ഇവിടെ നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലസ് ഉള്ള കാർബൺ എന്താണ്? നമുക്കൊരു ഓർഡർ ഉണ്ട്. ടെർഷ്യറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി കാർബോകാറ്റയോൺ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് 2 പോസിബിലിറ്റി ഇല്ലേ? അതായത് നമുക്ക് ബോണ്ട് ഇങ്ങനെ ഒന്ന് ബ്രേക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ഈ ഒരു സാധനം ഇങ്ങോട്ട് വരാം, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വലിച്ചെടുക്കാം. അപ്പൊ ഇവിടെ നെഗറ്റീവ് വരാം, ഇവിടെ എന്ത് വരാം? CH2+ ഇങ്ങനെയും വരാം. പക്ഷെ ഈ ഒരു കാർബോകാറ്റയോണിനെക്കാട്ടിലും കൂടുതൽ സ്റ്റേബിൾ ഈ ഒരു കാർബോകാറ്റയോൺ അല്ലേ? അപ്പോൾ ഇതായിരിക്കും മേജർ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും? മേജർ മൈനർ തീരുമാനിക്കുക. അപ്പൊ ഇതെന്താണ്? റിയാക്ഷൻ മെക്കാനിസം അറിഞ്ഞ സ്റ്റുഡൻസിന് മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എന്താ പറ്റുക? CH+ ആണ്, അതിന്റെ മേലെ പ്ലസ് കൊടുത്തേക്ക് എന്ത് ചെയ്യും? മൈനസ് ഉള്ള ഹാലജൻ വരും, ഈ ഒരു സാധനം വരും. പിന്നെ എന്താണ് CH3 നമ്മൾ ഇങ്ങനെ എഴുതിയെടുത്തു, മനസ്സിലായില്ലേ? ഇത് ഇങ്ങോട്ട് വന്നു, ഈ സാധനം ഇങ്ങോട്ടും വന്നു. ഓക്കെ, ഇതാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ഓക്കെ, മനസ്സിലായി? സ്റ്റെപ്പ് 2. അപ്പോൾ സ്റ്റെപ്പ് 2 ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺസിൽ ഞാൻ പറഞ്ഞുതരാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഹൈഡ്രോ കാർബൺസ് എല്ലാ റിയാക്ഷൻസും പഠിക്കണം. അതുപോലെ തന്നെ NCERT റീഡ് ചെയ്യണം, മസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യുക, ഒരു തവണയിൽ റീഡ് ചെയ്യുക. പിന്നെ അതിൽ ആ ടൈമിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ അത് മാത്രം റീഡ് ചെയ്താൽ മതി. ഏകദേശം പെർ ചാപ്റ്റർ 150+ ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ നമ്മളൊരു മെറ്റീരിയൽ ഉണ്ട് അറ്റോമിക്സ്. ഈ ഒരു അറ്റോമിക്സ് ആവശ്യമുള്ളൊരു കോൺടാക്ട് ചെയ്യുക, പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ റിലീസ് ചെയ്ത ബുക്കാണ്. ഈ ബുക്കിൽ നിങ്ങൾക്ക് എക്സാം ആണ്. ഇതെന്താ എല്ലാതും നിങ്ങൾ സെറ്റാക്കി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇവിടെ സൈലത്തിന്റെ ബുക്കുണ്ട്, അപ്പോൾ ഞാൻ ഉപയോഗിച്ച ബുക്ക് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു, ചാപ്റ്റർ വൈസ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ നിങ്ങൾ എക്സാം എഴുതണം. എക്സാം നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാം. പെൻ പേപ്പർ OMR മെത്തേഡ് വഴി ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇത് വേണ്ടവർ തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലി ഗ്രൂപ്പിൽ കയറിയാൽ മതി, ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തന്നെ ഗ്രൂപ്പിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് 180 സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഹൈഡ്രോ കാർബൺ ഞാൻ ഉപയോഗിച്ച നോട്ടാണിത്. ഹൈഡ്രോ കാർബണിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച നോട്ടാണ്. ഞാൻ ഓരോ ഓർഗാനിക് ചാപ്റ്ററിനും ഓരോ നോട്ടായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വൃത്തിക്കുള്ള നോട്ട്, ഇന്ത്യയിലേക്ക് എഴുതി വാരി വലിച്ച് എഴുതലല്ല, വൃത്തിക്കുള്ള നോട്ട്. ക്ലാസ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും സ്കിപ്പാക്കാതെ എഴുതി. ഔട്ടൊക്കെ ഉണ്ടാവും. ഔട്ട് നമ്മൾ പിന്നെ പഠിക്കണ്ട, ക്ലാസ്സിൽ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം എഴുതാം. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്താ പറയാ, പല കാര്യങ്ങളും ഞാൻ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. റിയാക്ഷൻ മെക്കാനിസം എല്ലാം എഴുതിയിട്ടായിരിക്കും ഇത് പോകുന്നത്. റിയാക്ഷൻ മെക്കാനിസം ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇതെല്ലാം മാരോ മാർക്കൊക്കെ ഇട്ട് സെറ്റാക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം. ഇവിടെ തന്നെ ഒന്ന് കൊടുക്കാം. ഞാൻ ആ നോട്ടിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നോട്ട് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ. റെഡി. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺസ് ഇതുപോലെ തന്നെയാണ് ഓരോ ഓർഗാനിക് ചാപ്റ്ററും പഠിക്കേണ്ടത്. ഹൈഡ്രോ കാർബൺസ് സൈലത്തിന്റെ ബുക്കാണ് ഇത്. സൈലത്തിന്റെ ബുക്ക് എൻ്റെ കയ്യിലുള്ള ബുക്കാണ്. അപ്പോൾ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ നിങ്ങൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ ഒരു ഫാക്കൽറ്റി വന്ന് എടുത്തു. അപ്പോൾ ഇന്ന് തന്നെ ആൽക്കീൻസും എല്ലാം കൂടി എടുക്കൂല. ഒരു ദിവസം ഒരു ടോപ്പിക് ആയിരിക്കും എടുക്കുന്നത്.
അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. ആൽക്കെയിൻസ് അതിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ടോപ്പിക് വൈസ് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താ എനിക്കറിയാം, ആ ടോപ്പിക്ക് തറവായിട്ട് മാറും. അല്ലെങ്കിൽ ആകെ എന്താ പറയുക എല്ലാം കൂടെ ഒപ്പം ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഏത് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ചെയ്ത് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഫുൾ ടോപ്പിക് ഷഫിൾഡ് മെറ്റീരിയൽ ചെയ്യണം. അത് ഞാൻ പറഞ്ഞു അറ്റോമിക്സ് ചെയ്യാൻ വേണ്ടി എൻ്റെ മെറ്റീരിയൽ അത് നിങ്ങളിപ്പോൾ ചെയ്യണം. എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാം ഫുൾ സെറ്റാണ്. പിന്നെ ഒരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എഴുതുക. മൈൻഡ് മാപ്പിംഗ് ഇവിടെ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. റെഡി. പിന്നെ ഈ ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഹൈഡ്രോ കാർബണും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ +2 ചാപ്റ്റേഴ്സ് ഓർഡറിൽ പഠിച്ചു പോകുക. ആ വരിക്കിന് ഇങ്ങനെ ഓരോ ചാപ്റ്റർ ഓർഡറിൽ പഠിക്കുക. ഓർഡറിൽ പഠിച്ചില്ലെങ്കിലുള്ള ഗുണം ഇതെന്ന് ചോദിച്ചാൽ എനിക്കറിയാം, ഞാനത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓർഡറിൽ പഠിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചിലപ്പോൾ ഒരു ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്നുള്ള ചാപ്റ്ററിന്റെ ബേസ് ആയിരിക്കും. ആ ചാപ്റ്റർ പഠിച്ചാൽ ചിലപ്പോൾ മറ്റുള്ള ചാപ്റ്റർ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡറിൽ പഠിച്ചു പോയാൽ റെഡി ആവുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടി എന്നെ തന്നെ എക്സാമ്പിൾ എടുക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ റിയാക്ഷൻ മെക്കാനിസം പഠിക്കാതെ ഹൈഡ്രോ കാർബൺ പഠിച്ചു. അതുകൊണ്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ആ ഓർഡർ തന്നെ പഠിക്കാം. പിന്നെ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യാം. റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ റിയാക്ഷൻ മെക്കാനിസം ആണ് നോക്കേണ്ടത്. റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലോ ആ റിയാക്ഷൻ മെക്കാനിസം അങ്ങനെ പഠിക്കണമല്ലോ. അപ്പൊ ഇതുപോലത്തെ നോട്ട് എടുത്തിട്ട് ആ നോട്ടിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക. നോട്ടിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ടൈമിനനുസരിച്ചാണ്. അതിനുശേഷം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് 1 മെത്തേഡാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ടൈം വളരെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് മുന്നേ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എക്സാം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൈൻഡ് മാപ്പ് എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള മൈൻഡ് മാപ്പ് എടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, സൈലത്തിൻ്റെ മൈൻഡ് മാപ്പാണ്. ഞാൻ യൂസ് ചെയ്ത സാധനങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ യൂസ് ചെയ്ത കാര്യങ്ങളല്ല പറയുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ടൈമിൽ അന്ന് ഓരോ പേജ് ആയിട്ടായിരുന്നു, ഇപ്പോൾ ബുക്കായിട്ട് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കത്തും അല്ലേ, ഒറ്റ നോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും കത്തും. അപ്പോൾ നമുക്ക് സിമ്പിളാണ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഞാൻ ഓർഗാനിക്കാണ് കാണിച്ചിരുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ഓർഗാനിക്കിൻ്റെ ആണല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ അങ്ങനെ ക്ലോറോഫോൺ റിയാക്ഷൻ ഒക്കെ ആണെങ്കിൽ അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോളി ഹാലജനേറ്റഡ് കോമ്പൗണ്ട്സ് അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇങ്ങനെയാണ് നോക്കേണ്ടത്. പിന്നെ നിങ്ങൾ നോട്ട് നോക്കണം. ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾ റെഡിയായി അല്ലേ. എന്തൊക്കെ നമ്മൾ ചെയ്തു, നമ്മൾ ഒരു ഓർഡറിലാണ് പഠിച്ചത്. ഫസ്റ്റ് നെയിമിംഗ് പഠിച്ചു. നെയിമിംഗ് പഠിച്ചാലേ എല്ലാ കാര്യങ്ങളും റെഡി ആകാൻ പറ്റുള്ളൂ പറഞ്ഞു. പിന്നെ റിയാക്ഷൻ മെക്കാനിസം പഠിച്ചു. നോട്ട് എഴുതി സെറ്റാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു. പിന്നെ ഹൈഡ്രോ കാർബണിലോട്ട് എത്തി. ഹൈഡ്രോ കാർബൺ നമ്മൾ എന്താ ചെയ്തത്, ഹൈഡ്രോ കാർബൺ നോട്ട് എഴുതി എല്ലാ കാര്യവും റിയാക്ഷൻ മെക്കാനിസം ആ മെക്കാനിസം ഒക്കെ വരച്ചിട്ട് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ടോപ്പിക് വൈസ് ഞാൻ പറഞ്ഞ മെറ്റീരിയൽ എടുത്ത് ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞ ഒരു എക്സാം രീതിയിൽ എഴുതി. നിങ്ങൾക്ക് പിന്നെ അതിനുശേഷം വീക്കിലി എക്സാമും കൂടി എഴുതാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഹൈഡ്രോ കാർബൺ സെറ്റായി. ഈ ഒരു റിയാക്ഷൻ മെക്കാനിസം, നെയിമിങ്, റിയാക്ഷൻ മെക്കാനിസം, ഹൈഡ്രോ കാർബൺ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 90% ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ഓപ്പറാണ്. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ പോലത്തെ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ റിവിഷൻ എന്ന് പറയുമ്പോൾ നെയിമിങ് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ട. അത് എത്ര റിവിഷൻ ചെയ്താലും മറക്കും. അത് നിങ്ങൾ എക്സാമിൻ്റെ ഒരു തലേ ദിവസമൊക്കെ റിവിഷൻ ചെയ്താൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ എത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. അടിപൊളി വീഡിയോ തന്നെ, നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഓറിയന്റേഷൻ കിട്ടിയില്ലേ. അപ്പോൾ യൂട്യൂബിൽ ആരും മലയാളത്തിൽ ചെയ്യാത്തൊരു വീഡിയോ ആണിത്. ഞാൻ എൻ്റെ സെക്കൻഡ് ടൈം വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോട്ടൊക്കെ ഷെയർ ചെയ്തിരിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് നോട്ടും കാര്യങ്ങളൊക്കെ തരും, ഞാൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.